അങ്ങനെ നമ്മുടെ ക്യാമ്പയിൻ്റെ ലാസ്റ്റ് ഫേസായി. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് മലന്ന് കിടന്ന് ഉറങ്ങാൻ. ബട്ട് ഇനിയുള്ള ദിവസങ്ങളാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ്, ഡിബേറ്റ്സ്. അതായത് ജോണിനും ജോർജിനും ഒരേ വേദിയിൽ അവരുടെ വികസന പരിപാടികളും അജണ്ടയും തർക്കിക്കാനും സംവദിക്കാനുമുള്ള ഒരു അവസരം. ലൈവ് TV കവറേജ് ഉണ്ടാവും. ഇറ്റ്സ് എ മേക്ക് ഓർ ബ്രേക്ക് ഫോർ ബോത്ത് ദ കാൻഡിഡേറ്റ്സ്. എല്ലാം കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഈ അമേരിക്കക്കാരെ കണ്ടുപിടിക്കണം. ഇവർക്ക് ഇത്രമാത്രം എന്താണ് സമ്പാദിക്കാൻ? രണ്ടുപേരും കേറുന്നത് കക്കാനല്ലേ? എന്നെ കക്കാനും മുടിക്കാനാണെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സഭ്യമായ ഭാഷയിലാണല്ലോ സമ്മതിക്കുന്നത്. അയാള് കേറി ബബ്ബെ അടിക്കും. വല്ല പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഈ റിബേറ്റിലൊക്കെ അയാൾ പിടിച്ചു നല്ല ഒന്നാം തരം പൊളിറ്റിക്കൽ സ്പീച്ച് എഴുതാൻ അറിയാവുന്ന ഗുഡ് റൈറ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. വിൽ മേക്ക് ദം റൈറ്റ് എ കിക്ക് ആസ് സ്പീച്ച്. ലോകം മുഴുവൻ സിനിമ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഹോളിവുഡ് ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ കിടന്ന് വേർക്കുന്നത്? നമുക്കൊരു ഉഗ്രൻ സ്ക്രിപ്റ്റ് റൈറ്ററെ കൊണ്ട് ജോൺ കോറിക്ക് ഒരു ഉശിരൻ സ്പീച്ച് എഴുതിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ജുറാസിക് പാർക്കിന്റെ റൈറ്റർ ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കിടിലൻ ഡയലോഗ്, ഇംഗ്ലീഷ് വാക്കുകളുടെ ഒരു തീപ്പൊരി കളി. ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം. ആ ഒരൊറ്റ പ്രസംഗത്തിൽ വീഴണം ആൾക്കാർ. നാട്ടിലായിരുന്നെങ്കിൽ രഞ്ജി പണിക്കർ സാറിനെ കൊണ്ട് എഴുതിക്കായിരുന്നു. അപ്പൊ എന്താ സന്തോഷ് പണ്ഡിറ്റ് മോശമാണോ? I got it. We'll do it. ഈ ഡിബേറ്റും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാൻ ജഗൻ. But help me with the selection of the writers too. ഒന്ന് ചെയ്തു കൊടുക്കണം. Okay. Done. Are you ready? Are you ready? What? Come on, come on. Say, Adipolica. Yo, Kingmaker, talk off the town. Watch out, I'm about to get around. Like water, take any form and I create my own formula. Welcome to the United States of Adipolica. 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 United States of Adipolica. United States of Adipolica. I'm gonna tell you what I'm feeling, tell you what I am. Come and sing it now, tell me, do you understand? Come and see the pressure, I roll with the pressure. I'm about to do the impossible, I betcha. About to flow, about to roll, about to make it see. Come and take a stand with the better Johnny. Take it back, take it back. Yo. About to flow, about to roll, about to make it see. Come and take a stand with the better Johnny. Yes. We won the debate, man. I'm going to give you a grand farewell party for this. I'll also make sure that you are happy and taken care of. Yeah. Great job, guys. Great job. എന്തോരാ ഇതിപ്പോ രണ്ടാമതല്ലേ ആയുള്ളൂ? അതല്ല, ആ ജഗന്നാഥന്റെ ഫാൻ പേജിൽ എന്തോരം ലൈക്കാ കയറി വരുന്നേന്നറിയാവോ? അത് കുറച്ച് സ്പ്ലിറ്റ് ആക്കി നമ്മുടെ അതിനകത്താക്കി. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത ആൾക്കാരെ നമ്മുടെ ഇവിടെ കൊണ്ടുവരാൻ ഇത് നമ്മുടെ പാർട്ടി അല്ല. അവർക്ക് ഇഷ്ടപ്പെട്ടാലേ അവരിത് ചെയ്യുള്ളൂ. ഇഷ്ടപ്പെടുത്തണം. എങ്ങനെ?
ക്വാർട്ടർ ഒരു ബിരിയാണി കൊടുത്ത് ആരാ ഇഷ്ടപ്പെടാത്ത? സാറേ ഇത് നമ്മുടെ പാർട്ടിയുടെ ജാഥയല്ല അങ്ങനെ ക്വാർട്ടർ കൊടുത്ത ആൾക്കാരെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ. അവർക്ക് തോന്നിയെങ്കിൽ മാത്രമേ ചെറുപ്പക്കാരി ലൈക്ക് ചെയ്യത്തുള്ളൂ. ഇതെങ്ങനെയാ എന്റെ കുട്ടൻസ് ഒന്ന് പറഞ്ഞു മനസ്സിലായി? അതായത് സാറ് ഒരു മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ആദ്യം നെറ്റിൽ കയറണം. എന്നിട്ട് www.facebook.com അടിക്കുമ്പോൾ ഒരു പേജ് തുറന്നു വരും. അതിൽ സാറിന്റെ പേരും മെയിൽ ഐ ഡി ഉപയോഗിച്ച് സാറിന് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതാണ് സാറിന്റെ അക്കൗണ്ട്. ഇതിൽ സാറിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം, സാറിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. സാർ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കുറെ പേര് വന്ന് കമന്റ് ചെയ്യും, വേറെ കുറെ പേര് വന്ന് ലൈക്ക് ചെയ്യും, മറ്റു ചിലർ വന്ന് ഷെയർ ചെയ്യും. സാറിന് ട്വിറ്ററിലൂടെ അമിതാഭ് ബച്ചനൊക്കെ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാം, വേറെ കുറെ പേര് ഇത് ടാഗ് ചെയ്യും. വേണമെങ്കിൽ പോക്കം ചെയ്യാം. ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? അതായത് ഞങ്ങളെ പോലുള്ളവർക്ക് ഒരിക്കലും ഇത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. ഇതിപ്പോ ശ്രീനാഥ് ബാസിയുടെ രാമായണം കളിപ്പാട്ട് എന്ന് പറഞ്ഞ പോലെ. രോഹിത് അടുത്ത ആഴ്ച ഇങ്ങെത്തും. പിന്നെ അറ്റ്ലീസ്റ്റ് അങ്ങേര് വരുന്ന വഴിയെങ്കിലും ടാറൊക്കെ ചെയ്ത് മെനയാക്കി വെച്ചോ. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തന്റെ കസാരയും കൊണ്ട് അങ്ങേര് ഡൽഹിക്ക് അങ്ങ് പോകും. नमस्ते रोहित जी, केरल में आपको स्वागत है. आपका सल्फर कैसे लगा? आपका सल्फर സഫർ സഫർ സഫർ. ഇയാളുടെ കോത്താഴത്തിലെ ഒരു ഹിന്ദി യാത്ര സുഖമായിരുന്നു എന്ന് ഹിന്ദി ചോദിക്കാൻ ഇത്ര പാടാണോടെ? മൂക്കിന് നാക്കെന്നും നാക്കിന് മൂക്കെന്നും പറയുന്ന ഭാഷയാ ഹിന്ദി. ഈ ഹിന്ദിയിൽ അയാളെ ഇംപ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊരു പ്രശ്നം വന്നാൽ നമ്മൾ ഔട്ടാ. അതാ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. നമസ്തേ രോഹിത് ജി, കേരള में आपका स्वागत है. नमस्ते रोहित जी, केरल में आपका स्वागत है. माला रोहित जी जिंदाबाद, रोहित जी जिंदाबाद, रोहित जी जिंदाबाद, रोहित जी जिंदाबाद, रोहित जी जिंदाबाद. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. रोहित जी जिंदाबाद. എന്താ പ്രശ്നം? എടപ്പള്ളി വഴി പോകാനൊക്കെ റോഡിന്റെ രണ്ട് സൈഡിലും ആ ജഗന്നാഥന്റെ വലിയ വലിയ കട്ടൗട്ട് रोहित जी സിന്ദാബാദ്. പക്ഷെ പേടിക്കുന്നില്ല, ഞാൻ കളമശ്ശേരി വഴി റൂട്ട് തിരിച്ചു വിടാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. रोहित जी സിന്ദാബാദ്. 10 കിലോമീറ്റർ ടാർ ചെയ്തത് വെറുതെ ആയല്ലോ. ഏതായാലും അവന്റെ ഫോട്ടോ കാണത്തില്ല, അത് മതി. रोहित जी സിന്ദാബാദ്. പുതിയ വഴി എങ്ങനെയുണ്ട്? ഫുൾ കുണ്ടുകുഴിയാ. रोहित जी സിന്ദാബാദ്. അതെ, ഡ്രൈവർ അടുത്ത് പറയണം വലിയ കുഴിയിലൊന്നും കൊണ്ടിടരുത്. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് വന്ന പാർട്ടികളെ റൂട്ട് മാറ്റി വിട്ടതിന്റെ കംപ്ലൈന്റ് ഇതുവരെ തീർന്നിട്ടില്ല. രോഹിത് ജി എല്ലാരും പോയി വാ. സിന്ദാബാദ്. ഒന്ന് മാറി. എന്നാ ഞാൻ പോലീസ് ജീപ്പിൽ വരാം. വണ്ടി വിടല്ലേ? हेलो जी हाँ मम्मी, हाँ मैं अभी कोचिन पहुंचा हूँ. यस आई हैव हैड माय मिल्क. जी 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 ओके. എടോ ഹിന്ദിയിൽ എന്തെങ്കിലും ഒന്ന് പറയടോ. ഞാനാ ആജ്കൽ ധർമ്മി തോടാ ജാദാ ഹൈ. क्या ധർമ്മി ചൂട് ചൂട് കുഴി കൊണ്ടിട്ട് കുഴി ചാടിക്കാതെ വണ്ടി ഓടിച്ചൂടെ? ഞാൻ സർക്കസിൽ നല്ല സാർ ഡ്രൈവിംഗ് പഠിച്ചത്. മരണക്കിണറിലെ വണ്ടി ഓടിക്കണ പോലെ ഇത്. ഒരു ഇഞ്ച് പാളിയല്ലേ പാതാളത്തില. അമുൽ ബേബി ഒന്ന് പോട്ടെ കേട്ടാ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. देखो देखो केरा वृक्ष that side देखो. रोहित जी बहुत सुंदर है.